ശ്രീഹരി, ഈ ലോകത്തിലെ ഏറ്റവും മഹത്തരമായ ദാനം ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ശ്രീഹരി എന്തായിരിക്കും ആൻസർ ചെയ്യുക? അവയവദാനം. ഇന്ന് വേൾഡ് ഓർഗൻ ഡൊണേഷൻ ഡേ. അപ്പം ഈ ഓർഗൻ ഡൊണേഷനിലൂടെ നമുക്കൊരു ഫാമിലിയെ തന്നെ തിരിച്ചു പിടിക്കാൻ സാധിക്കും. യെസ്, ഒരു കുടുംബത്തിന്റെ ജീവിത പ്രതീക്ഷകൾക്ക് നിറം നൽകാൻ വേണ്ടി നമുക്ക് സാധിക്കും. ഇപ്പൊ ശരിക്കും പറഞ്ഞാൽ ഇന്നത്തെ ഒരു ദിവസം നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ഷെയർ ചെയ്യാൻ വേണ്ടിയുണ്ട്. അതായത് മകൾ അച്ഛന് കരൾ പകുത്ത് നൽകിയ ഒരു വാർത്ത, അതോടൊപ്പം തന്നെ തന്റെ മകന്റെ മരണശേഷം അവയവങ്ങൾ ദാനം ചെയ്യാൻ വേണ്ടി സന്നദ്ധരായി മുന്നോട്ട് വന്ന മാതാപിതാക്കളുടെ വാർത്ത. എന്നാൽ തനിക്ക് യാതൊരു തരത്തിലുള്ള ബന്ധവും ഇല്ലാത്ത ഒരു കേട്ടറിവ് മാത്രമുള്ള ആളിന് വേണ്ടി അവയവദാനം ചെയ്യാൻ വേണ്ടി മുന്നോട്ട് വന്നിരിക്കുന്ന ആളുകളുടെ വാർത്ത. ഇങ്ങനെയുള്ള ആളുകളുടെ ചികിത്സാ ചെലവിന് വേണ്ടി അവരെ സഹായിക്കാൻ വേണ്ടി കുറച്ച് കാശെങ്കിലും മാറ്റിവെച്ചിട്ടുള്ള നമ്മളിൽ പല ആളുകളുമുണ്ട്. അപ്പം ഇതൊക്കെ തന്നെയും ശരിക്കും പറഞ്ഞാൽ നമുക്ക് ജീവിതത്തിൽ ഒരുപാട് മുന്നോട്ട് പോകാൻ വേണ്ടിയുള്ള ഒരു പ്രചോദനമാണ്. തീർച്ചയായിട്ടും അവയവദാനം എന്ന് പറയുന്നത് ഏറ്റവും മഹത്തരമായ ഒരു ദാനം തന്നെയാണ്. അതെ, അങ്ങനെ ഇപ്പം ഈ അടുത്തായിട്ട് പല ഓഫീസിലും കോളേജിലും സ്കൂൾസിലും ഒക്കെ ആയിട്ട് ഒരു ക്യാമ്പയിൻ നടക്കുന്നുണ്ട്. അതായത് ഇപ്പം നമ്മുടെ മരണത്തിന് ശേഷം നമ്മുടെ അവയവങ്ങൾ ഡൊണേറ്റ് ചെയ്യാൻ വേണ്ടി നമ്മളെ പ്രോത്സാഹിപ്പിക്കുന്നത്. അപ്പം നമ്മുടെ സമ്മതത്തോടു കൂടി നമ്മൾ മരിച്ചു കഴിഞ്ഞാൽ എൻ്റെ ഓർഗൻസ് ഇങ്ങനെ ഡൊണേറ്റ് ചെയ്യാൻ ഞാൻ റെഡിയാണ്, എനിക്ക് ഓക്കെയാണ്, സമ്മതമാണ് എന്ന് പറയുന്ന കുറെ ക്യാമ്പയിൻസ് നടത്തുന്നുണ്ട്. അതായത് നമ്മൾ ജീവിച്ചിരിക്കെ തന്നെ നമുക്ക് നന്മകൾ ചെയ്യാം, അതോടൊപ്പം തന്നെ നമ്മുടെ മരണശേഷവും നമുക്ക് ഒരുപാട് നന്മകൾ ചെയ്യാൻ പറ്റും എന്ന് ഒരു തെളിവായിട്ടല്ലേ. അതോടൊപ്പം തന്നെ നമുക്ക് ഈ ട്രാഫിക് എന്ന സിനിമ വന്ന സമയത്ത് നല്ലൊരു ഗൂസ് പമ്പ് വന്നിട്ടുണ്ടായിരുന്നു അവയവദാനവുമായി ബന്ധപ്പെട്ടല്ലേ. അതേപോലെ ജോസഫ് എന്ന് പറഞ്ഞൊരു മൂവി വന്ന സമയത്ത് നല്ല ടെൻഷൻ ഉണ്ടായിരുന്നു. അപ്പൊ ഈ അവയവദാന ഈ മേഖലയിൽ ഇത്രയധികം പ്രശ്നങ്ങൾ ഉണ്ടാകുമോ എന്നൊക്കെ നമുക്ക് ഭയങ്കര ടെൻഷനും കാര്യങ്ങളൊക്കെ. അപ്പൊ ആ ടെൻഷനൊക്കെ അവിടെ മാറ്റി വെച്ചേക്കാം, നമുക്ക് എല്ലാ കാര്യങ്ങളെയും പോസിറ്റീവായിട്ട് കാണാം. എന്തായാലും അവയവദാനത്തിൽ പങ്കെടുത്തിട്ടുള്ള ആളുകൾ, അതായത് ജീവിച്ചിരിക്കെ തന്നെ ഉറ്റവർക്കും ഉടയവർക്കും അല്ലെങ്കിൽ ഇതുവരെ കേട്ട് അറിവില്ലാത്ത ആളുകൾക്ക് പോലും അവരുടെ ജീവിതം തിരികെ ലഭിക്കാൻ വേണ്ടി അവയവദാനത്തിൽ പങ്കുചേർന്നിട്ടുള്ള ഏറ്റവും നല്ലവരായിട്ടുള്ള ആൾക്കാരെ നമ്മൾ സ്നേഹത്തോടെ ഓർക്കുകയാണ്. അതോടൊപ്പം തന്നെ തൻ്റെ പ്രിയപ്പെട്ട മകളുടെ അല്ലെങ്കിൽ കുടുംബത്തിലെ അംഗങ്ങളുടെയൊക്കെ മരണശേഷം അവയവദാനം ചെയ്യാൻ വേണ്ടി സന്നദ്ധരായിട്ട് മുന്നോട്ട് വന്നിട്ടുള്ള ഉറ്റവർ, വളരെ വേദനയോടെ കൂടി തന്നെയാണെങ്കിൽ പോലും അവയവങ്ങൾ ദാനം ചെയ്യാൻ ഞങ്ങൾ സന്നദ്ധരാണ് എന്ന് പറഞ്ഞ് മുന്നോട്ട് വന്നിട്ടുള്ള ആളുകൾ, അവരെയൊക്കെ ഏറ്റവും നന്ദിയോടെ ഓർക്കുകയാണ്. അപ്പോൾ തീർച്ചയായിട്ടും നല്ലൊരു ദിവസം എല്ലാവർക്കും വിഷ് ചെയ്യുന്നു. താങ്ക് യു.